ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചെയ്യാൻ പോകുന്ന ഒരു ഡിസൈൻ ഈസിയാണ് ചെയ്യാൻ. റിംഗ് നോട്ട് കൊണ്ടുള്ള ഫ്ലവറാണ് ഇതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിങ്കും പീച്ച് കളറും പിന്നെ മെറൂൺ കളറും ഇത്രയും നൂലുകളാണ് എടുത്തേക്കുന്നത്. ഈ നൂലുകൾ കൊണ്ടുള്ള റിംഗ് നോട്ട്സ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഇതിപ്പോൾ ഈ ഒരു കുർത്തി ആയാലും ചുരിദാറായാലും ഫുള്ളായിട്ട് വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഒരെണ്ണം ചെയ്ത് കാണിക്കാം അതിൻ്റെ. ഇപ്പോൾ ഈ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഫ്ലവേഴ്സ് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു മെറൂൺ കളർ ഫ്ലവർ അത് കൊടുത്തു. അതുപോലെ നമുക്ക് ഇവിടെയും ഒരു 2 എണ്ണം കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മെറൂൺ കളർ ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുക ചെയ്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. ആദ്യം അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി കളർ കൊണ്ടുള്ള ചെയ്യാം. ഇപ്പോൾ റിംഗ് നോട്ട് അറിയാത്തവർ നമ്മുടെ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി വീഡിയോയിൽ റിംഗ് നോട്ട് ചെയ്യുന്നത് ഉള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് റിംഗ് നോട്ട് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ 5 പെറ്റലായിട്ടോ 6 പെറ്റലായിട്ടോ ഒക്കെ ചെയ്യാം. നമ്മൾ പീച്ചും പിങ്കും കൊണ്ടുള്ള റിംഗ് നോട്ട്സ് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഇതിന് ഈ ഒരു മറൂണിന് ചുറ്റുമായിട്ട് 2-3 കൊടുക്കാം. അങ്ങനെയൊക്കെ കൊടുത്ത് ഇതുപോലെ ഒരു ഷേപ്പിൽ നമുക്കാക്കിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഇതുപോലെ പിങ്ക് കളർ കൊണ്ടിട്ട് ഉള്ള ഇത് കൊടുക്കാം. ഫ്ലവേഴ്സ് പിങ്ക് കളർ ഇട്ടിട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാം. അപ്പോൾ നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നും ഈ മെറൂണിനോടൊപ്പം ഇത്.
ഇതുപോലെ ബഞ്ചസ് ആയിട്ട് ചെയ്ത് ഇതുപോലെ എത്ര ഡിസ്റ്റൻസിൽ വേണമെങ്കിലും ഇതുപോലെ ചെയ്ത് ഈ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. കുർത്തീസ് ഓൾ ഓവർ ചെയ്യാം, അതുപോലെ സ്ലീവ്സിലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണിത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.